കരുണയുടെ അവസാന മണിക്കൂർ 71. യഥാർത്ഥ ജ്ഞാനം. നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകത്തിൽ ജ്ഞാനം ഒരു അപൂർവ വസ്തുവായി മാറിയിരിക്കുന്നു. മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയിൽ കൂടുതലായി ആശ്രയിക്കുകയും അവയെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുകയും ചെയ്യുമ്പോൾ വഞ്ചനയുടെ പാളികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നവ കാണാൻ നിങ്ങൾക്ക് കഴിയാതെ പോകും. ആ വഞ്ചന ലോകം മുഴുവനെയും ആവരണം ചെയ്യുന്നു. എന്തെന്നാൽ എല്ലാ സുഖവും എല്ലാ പ്രവൃത്തിയും എല്ലാ വാക്കും ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ദൈവവചനത്തിനപ്പുറമുള്ള എന്തറിവും മറ്റുള്ളവർക്ക് ഭീകരമായ വേദനയ്ക്ക് കാരണമായേക്കാം. എന്നാൽ അറിവ് വിവേകത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അതുവഴി തൻ്റെ മക്കളെ സഹായിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടും. ലോകത്തെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, നമ്മെക്കുറിച്ച് തന്നെയുള്ള അറിവും അതോടൊപ്പം വേണം. പുതിയ ഏകലോക മതത്തിൽ പാപത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടാകില്ല. അപ്പോൾ ദൈവവചനം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രവൃത്തികൾ നിയമവിരുദ്ധമായി പരിഗണിക്കപ്പെടും. ദൈവം ശപിച്ചിരിക്കുന്ന കാര്യങ്ങളെ മനുഷ്യകുലം ആശ്ലേഷിക്കുമ്പോൾ ആ സമൂഹത്തിൽ ദൈവത്തിൻ്റെ ദാനമായ ജ്ഞാനം അവശേഷിക്കില്ല. എൻ്റെ കുരിശുമരണത്തിന് ശേഷം ഇന്നുവരെ ഒരിക്കൽ പോലും ഇത്രയധികം എതിർപ്പ് ക്രിസ്തീയതയ്ക്കെതിരെ ഉണ്ടായിട്ടില്ല. ഈ എതിർപ്പ് ഉത്ഭവിക്കുന്നതാകട്ടെ ദൈവവചനത്തോടുള്ള അവഹേളനത്തിൽ നിന്നാണ്. എന്നാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരോടുള്ള തൻ്റെ കരുണയാൽ അവരുടെ ആത്മാക്കളെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന തൻ്റെ ശത്രുക്കളെ ദൈവം നശിപ്പിക്കും. എൻ്റെ സമയം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞെന്ന് തന്നെ പറയാം. അതുകൊണ്ട് എത്ര വേഗത്തിലാണ് വിശ്വാസസ്ഥിരതയില്ലാത്ത ആത്മാക്കൾ എൻ്റെ ശത്രുവിൻ്റെ പ്രവൃത്തികളും അവൻ്റെ കൗശലപൂർവമായ കുടിലമാർഗങ്ങൾ സ്വീകരിക്കുന്നതും എന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രത്യാശ കൈവെടിയുകയോ നിരാശരാവുകയോ അരുത്. എൻ്റെ സമയം വരിക തന്നെ ചെയ്യും. എന്നാൽ അതിനു മുൻപായി വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ ലോകം കാണേണ്ടിയിരിക്കുന്നു. എന്നെ ഭയപ്പെടുകയല്ല വേണ്ടത്, പിന്നെയോ എനിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. എൻ്റെ ശത്രുക്കൾ കൊണ്ടുവരുന്ന വ്യാജ വാഗ്ദാനങ്ങൾ തള്ളിക്കളയുക. എപ്പോഴും എൻ്റെ വചനത്തോട് വിശ്വസ്തരായിരിക്കുക. എൻ്റെ ശത്രുക്കൾക്ക് എൻ്റെ രാജ്യത്തിൽ ഒരു പങ്കും ഉണ്ടായിരിക്കില്ലെന്ന് ഓർക്കുക.